ഓം യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹ ദേവം ആത്മബുദ്ധിപ്രകാശം മുമൂഷുർവൈ ശരണമഹം പ്രപദ്യേ. ആത്മബുദ്ധിപ്രകാശം മുമൂഷുർവൈ ശരണമഹം പ്രപദ്യേ. എൻ്റെ ആത്മാവിനെയും ബുദ്ധിയെയും ജീവനെയും എൻ്റെ 38.8 ട്രില്യൺ സെൽസിനെയും പ്രകാശിപ്പിക്കുന്ന ദ്യോതിപ്പിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, അതിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും മാനവരാശിക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതാണ് ഈ വേദ സംസ്കാരം. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായത് കോടി 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 നന്ദി, നമസ്കാരം, സ്നേഹം. നിങ്ങൾ ഓരോ ആത്മബന്ധുക്കൾക്കും കോടി 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 പ്രണാമം. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ശരീരത്തിൻ്റെ ബന്ധുവല്ല, എൻ്റെ ശരീരത്തിന് മറ്റൊരു ബന്ധുവില്ല. പിന്നെ എന്ത് ബന്ധുവാണ്? ആത്മബന്ധുക്കൾക്കാണ്. എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കൊമ്പംകുളം ഈശ്വരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരേട്ടൻ്റെ അമ്മാവനാണ്. ഇദ്ദേഹം അച്ഛന് എഴുതുന്ന ലെറ്ററിലാണ് ആദ്യം ആത്മബന്ധു എന്നാണ് എഴുതുക. ആത്മബന്ധു എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ആത്മബന്ധു. അപ്പോൾ ചെറുപ്പത്തിലേ ഞാനിങ്ങനെ ചിന്തിക്കും, ഇതെന്താണ് ഈ ബന്ധു 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 എന്ന്. അല്ല, അറിയണമല്ലോ നമുക്ക്. ഈ അന്വേഷണമാണ് കണ്ടുപിടുത്തത്തിൻ്റെ മാതാവ്. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഞാൻ അന്വേഷിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും പറയും ബന്ധുക്കളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ശബരിമല മേശാന്തി ആയപ്പോൾ ലോകത്തുള്ള എല്ലാവരും പറയും എൻ്റെ ബന്ധുവാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വിജയത്തിന് ബന്ധുക്കൾ ധാരാളം ഉണ്ടാവും, തന്തമാർ ധാരാളം ഉണ്ടാവും, പരാജയത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബന്ധു നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്. അപ്പോൾ വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കിട്ടൂല. മറ്റേ ബന്ധു, ഇത് മറ്റേയാളുടെ ബന്ധു, ഇത് മറ്റേയാളുടെ ബന്ധു, ഇതെൻ്റെ ഭാര്യയുടെ ബന്ധു, ഇത് മറ്റേയാളുടെ ബന്ധു, ഇത് മനസ്സിലായില്ലേ, നമ്മുടെ ഇന്നാളുടെ മകൻ്റെ മകൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയം. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഈ ബന്ധു ആരാണെന്നുള്ളത്. ഒന്ന് രക്തബന്ധു, 2 മാരേജ് റിലേഷൻ. ഒന്ന് ബ്ലഡ് റിലേഷൻ, ഒന്ന് മാരേജ് റിലേഷൻ, ഒന്ന് കുടുംബപരമായിട്ടുള്ള രക്തബന്ധത്തിലുള്ളത്. മറ്റേത് കാരണം നമ്മുടെ ഭാര്യയുടെ കൊച്ചച്ഛൻ്റെ, ചേട്ടൻ്റെ, വല്യച്ഛൻ്റെ, മറ്റേ ഇന്നസെൻറ്റിനോട് മറ്റേ ആൾ കല്യാണരാമൽ പറയുന്നില്ല, അതുപോലെ. അപ്പോൾ ഈ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും ഒരുതരം ബന്ധനങ്ങളാണ്. അപ്പോൾ ആരാണ് ബന്ധു? നമ്മൾ സഹോദരങ്ങൾ പരസ്പരം ബന്ധുക്കളാണ്, കസിൻസ് പരസ്പരം ബന്ധുക്കളാണ്. അപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ, എല്ലാം ബന്ധുക്കൾ. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധുക്കളെയും കാണും. ഇവരൊക്കെ ബന്ധുക്കളാണോ? പക്ഷേ ഇവരൊക്കെ ബന്ധുക്കളാണോ? ശ്രദ്ധിക്കൂ, ഇവരൊക്കെ ബന്ധുക്കളാണോ? നമ്മളെ സഹോദരങ്ങൾ ബന്ധുക്കളാണോ? എന്തിന്? നമ്മളെ ഭാര്യ, നമ്മുടെ വിവാഹബന്ധത്തിലൂടെയുള്ള അത് ബന്ധു ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. കാരണം ഭാര്യ ബന്ധു ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മഞ്ജു വാര്യരും ദിലീപും കുറച്ചു കാലം ബന്ധുക്കൾ ആയിരുന്നു, പാസ്റ്റ് ടെൻസ്, പിന്നെ ബന്ധു അല്ല. എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം? അപ്പോൾ
മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, ഒരു പ്രതികൂലത വരുന്ന സമയത്ത്, ഒരു തളർച്ച വരുന്ന സമയത്ത്, ഒരു തകർച്ച വരുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെ കൂട്ടത്തിൽ ആരാണ് ഉണ്ടാവുക? ഇതാണ് ആ ഉള്ളതാരാണ്? അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു. ഈ ബന്ധുക്കളെ, യഥാർത്ഥ ബന്ധുവിനെ ആരാണെന്നുള്ള അന്വേഷിക്കണം. നമുക്കൊരു മഹാരോഗം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു. ഈ സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ബന്ധു ആരാണെന്നുള്ളത്. കാരണം യഥാർത്ഥ ബന്ധു ആരാണെന്നറിയാൻ നമുക്ക് നല്ലൊരു സുവർണാവസരമാണ് ICU യൂണിറ്റ്. ICU യൂണിറ്റ്. കാരണം ഈ ICU യൂണിറ്റിൽ ഞാനൊരു 3 ദിവസം കിടന്നു. ചെറിയ ഹാർട്ട് അറ്റാക്ക്, എന്നാൽ ചെറിയ ഹാർട്ട് അറ്റാക്ക്, ഒരു 93%. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ബന്ധു ആരൊക്കെയാണെന്നുള്ളത്. അതുവരെ ഞാൻ എൻ്റെ ബന്ധു എന്ന് കരുതിയ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ സഹോദരിമാരോ ആരെയും അവർ എന്ത് ചെയ്തില്ല? ICU യൂണിറ്റിനകത്തോട്ട് കയറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ICU യൂണിറ്റിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ത്? നമ്മുടെ ബന്ധു ആരാണെന്ന്. ആരാണ്? മറ്റൊന്നുമല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ചെയ്ത കാര്യമാണ് പറയണത്. ഞാൻ അവരോട് പെർമിഷൻ മേടിച്ചിട്ട് ICU യൂണിറ്റിൽ കയറ്റിയ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സാധനമുണ്ട്. അതിൻ്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത എന്ന ബന്ധുവിനെ നമുക്കെല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഭഗവത്ഗീതയിലുള്ളത് ഭഗവത് മന്ത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഭഗവത്ഗീത ഓരോ അധ്യായം തീരുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. എന്താണ്? ശ്രീകൃഷ്ണാർജുന സംവാദേ. അപ്പോൾ ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീത, ഇത് ICU യൂണിറ്റിൽ ഭഗവത്ഗീത എടുക്കാൻ പറ്റില്ല എനിക്ക്. പിന്നെ ഞാനിങ്ങനെ മലർന്ന് കിടക്കുക, കോണവും ഇല്ല മുണ്ടുമില്ല, ഒരു പച്ച പുതപ്പ് ഇട്ടിട്ട് ഒരു 10-12,000 മെഷീൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഒട്ടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ഭഗവാൻ എന്നെ പഠിപ്പിച്ചു. ബന്ധു എന്ന് പറഞ്ഞ ആരാണ്? മനോബുദ്ധി സംവാദം. ഭഗവത്ഗീത എന്താണ്? മനോബുദ്ധി സംവാദം. അങ്ങ് ഉറപ്പിക്കണം ഇപ്പോഴും ജീവിതത്തിൽ. ഇനി മരിക്കുന്നവരെ നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും ആര് ചോദിച്ചു കഴിഞ്ഞാലും നെഞ്ചിലൊക്കെ 4 വാൾവുള്ള ഹൃദയം, ഞാൻ പറഞ്ഞല്ലോ 93% അറ്റാക്ക് വന്ന ഈ ഹൃദയം തൊട്ട് ഞാൻ പറയുന്നതാണ്, മനോബുദ്ധി സംവാദമാണ് ഭഗവത്ഗീത. അപ്പോൾ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിൽ 5-ാമത്തെ ശ്ലോകത്തിലാണ് അസന്നിഗ്ധമായി ഭഗവാൻ പറയുന്നു, നിന്റെ ബന്ധുവാര്. നമ്മളിത് പഠിക്കണം. കാരണം ബന്ധുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടു നടക്കാം. എന്താണ്? ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മന്യേ ആത്മനോ ബന്ധു ആത്മന്യേ വാത്മനോ ബന്ധു രാത്മേവ രിപുരാത്മനാ ആത്മന്യേരാത്മനോ ബന്ധു. മണികണ്ഠ, ഈ ICU യൂണിറ്റിൽ നീ ഇപ്പോൾ കിടക്കുമ്പോൾ നിന്റെ ബന്ധു നീ മാത്രമാണ്. എന്നിട്ടോ പിന്നെ ഭഗവാൻ മെല്ലെ എന്നോട് വളരെ പ്രേമസ്വരൂപമായി ഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, മണികണ്ഠ ഉദ്ധരേതാത്മനാത്മാനം. മണികണ്ഠ, നിനക്ക് വെക്കുന്ന ഓരോ മരുന്നിനെയും നീ അബ്സോർബ് ചെയ്യൂ. നീ കഴിക്കുന്ന ഓരോ ഗുളികകളും നീ അബ്സോർബ് ചെയ്യൂ. വിരലിൽ ഇവിടെ ഒരു മിഷ്യം വെക്കും, നീ അതിനെ ആക്സെപ്റ്റ് ചെയ്യൂ. എന്നിട്ട് നീ ഈ രോഗത്തിനെ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കിടത്തിയിട്ടാണ് ഉള്ളത്. ഉദ്ധരേതാത്മനാത്മനം. നിൻ്റെ ഹാർട്ട് ബീറ്റ് നീ
ഉദ്ധരേതാത്മനാത്മനം, നീ ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടൊരു എല്ലാം നീ ഈ രോഗത്തിനെ പ്രതിരോധിച്ച് ഉദ്ധരേതാത്മനാത്മാനം, നീ സ്വയം ഉയരണം, നീ സ്വയം വളരണം. ആത്മന്യേരാത്മനോ ബന്ധു, നിൻ്റെ ബന്ധു നീ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഡോറുണ്ടാവും, അവിടെ ഒരു റൗണ്ട് ദ്വാരം ഉണ്ടാവും. ഇവിടെ ഇടയ്ക്ക് ചില സ്ക്രീനിൽ മൊബൈലിലൊക്കെ വരുന്ന പോലെ ചില മുഖങ്ങൾ വന്നു പോകുന്നുണ്ട്. അച്ഛൻ അവിടെ വരുന്നുണ്ട്, അമ്മ എവിടെ വരുന്നുണ്ട്, ഭാര്യ എവിടെ വരുന്നുണ്ട്, മക്കളവിടെ വരുന്നുണ്ട്, സഹോദരിമാരും സഹോദരന്മാരും പല ആൾക്കാരും അവിടെ വന്നിട്ട് പോകുന്നുണ്ട്. എനിക്ക് ആ സത്യം മനസ്സിലായി. ഐശ്വര്യത്തിൽ നിന്ന് എൻ്റെ ബന്ധു ഞാൻ മാത്രമാണ്. ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൽ കൃഷ്ണൻ ഇതിനേക്കാൾ വലിയൊരു സത്യം തുറന്ന് പറയാനുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാസ്താത് കൃതകൃത്യശ്ച ഭാരത. ഇപ്പോഴും മാത്രമേ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്തു എന്ന സന്തോഷത്തിൽ സംതൃപ്തിയിൽ നിനക്ക് ജീവിക്കുക. ഇത് ഗുഹ്യതമം. ഈ ഐശ്വര്യത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താണ്? ഇത് ഗുഹ്യതമം. അവിടെയാണ് ഈ സത്യത്തെയാണ് എൻ്റെ ബന്ധു ഞാൻ മാത്രമാണ്. നമ്മുടെ കുട്ടികളെ നമ്മളിത് പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? എൻ്റെ അച്ഛന് തന്നെ പഠിപ്പിച്ചു, എൻ്റെ ഗുരു എന്നെ ഇത് പഠിപ്പിച്ചു. ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ കൂട്ടത്തിലുള്ള പേരാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹമാണ് എൻ്റെ സദ്ഗുരുദേവ്. അപ്പം ഞാനിത് പഠിച്ചു. എന്ത്? ആത്മനോ ബന്ധു, എൻ്റെ ബന്ധു ഞാൻ മാത്രമാണ്. ശ്രദ്ധിക്കണം. ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, കുട്ടികളെ പഠിപ്പിക്കണം. ഞാനിത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉദയനാപുരത്ത് കുട്ടികളെ ഞാനിത് പഠിപ്പിക്കുന്നു. വൈക്കത്ത് എൻ്റെ മഠത്തിൽ അവിടെ വരുന്ന കുട്ടികളെയും മറ്റുള്ളവരെയും ഞാനിത് പഠിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ആത്മബന്ധുവായ എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പഠിപ്പിക്കുന്നു. എന്ത് ആത്മനോ ബന്ധു. ഇത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. കുഞ്ഞേ വളരെ ചെറുപ്പത്തിലെ ബുദ്ധി ഉറക്കുമ്പോൾ പഠിപ്പിക്കണം, നിങ്ങളുടെ ബന്ധു നിങ്ങൾ മാത്രമാണെന്ന്. അപ്പോഴീ കുട്ടികൾ കുറച്ച് വരും, എൻ്റെ ബന്ധു ഞാൻ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പഠിക്കണം. കാരണം എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചർ ഉണ്ടാവില്ല. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ട്യൂഷൻ ടീച്ചർ ഉണ്ടാവില്ല. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഉണ്ടാവില്ല. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഉണ്ടാവില്ല. പിന്നെ ആത്മനോ ബന്ധു, ഞാൻ തന്നെ അവിടെ പരീക്ഷ എഴുതണം, ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിക്കണം. ഈ സത്യമല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇതല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്? അപ്പോൾ ശ്രദ്ധിക്കണം. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം, ജലം, വായു, അഗ്നി, ഭൂമി, ആകാശം, ഇവ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഓരോ മനുഷ്യനും അവശ്യം പാലിക്കേണ്ടതാണ് ഈ പഞ്ചശുദ്ധി. എന്താണ് ശുദ്ധി? എന്താണ് ഈ പഞ്ചശുദ്ധി? ഈ പഞ്ചശുദ്ധിയാണ് പഞ്ചശീലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്താണ്? നമ്മളെ വാക്കിനകത്ത് ഒരു ശുദ്ധി വേണം, നമ്മൾ കേൾക്കുന്നതിനകത്ത് ഒരു ശുദ്ധി വേണം, നമ്മൾ സ്പർശിക്കുന്നതിനകത്ത് ഒരു ശുദ്ധി വേണം, നമ്മൾ കഴിക്കുന്നതിനകത്തോട്ട് ഒരു ശുദ്ധി വേണം. ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ശബ്ദ സ്പർശ രസ രൂപ ഗന്ധാദികളിൽ ഒരു പ്യൂരിറ്റിയും ഒരു ക്ലാരിറ്റിയും ഒരു ഫിൽട്ടറേഷനും വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരിശുദ്ധിയായി മാറി. അപ്പോൾ എന്തുവരും? നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും ഉള്ള അറിവും കഴിവും നമ്മളിൽ വരുമ്പോൾ ആത്മനോ ബന്ധു, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്തായിരിക്കും? ഒരു നല്ലത് മാത്രമായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇപ്പോൾ ഇൻവോൾവ്ഡ് ആവുന്നത് മൊബൈലിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയകളിലോട്ട് വരുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഫിൽട്ടർ ചെയ്ത് അവയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. അപ്പോഴേ ഭഗവാൻ പറയുന്നു, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത്.
ദയവ് ചെയ്ത് നീ നിന്നെ ഇൻസൾട്ട് ചെയ്യരുത്, എനിക്കിത് വയ്യ, എനിക്കിത് കഴിയില്ല. ഈ 2 വാക്ക് ഒഴിവാക്കിയാൽ മതി. മക്കളോട് വയ്യ എന്ന് പറയുമ്പം നിനക്കിത്. അപ്പോൾ നമ്മളെ മക്കളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളാ, നമ്മളെ ഭാര്യയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളാ, നമ്മുടെ ഭർത്താവിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളാ, നമ്മുടെ സുഹൃത്തുക്കളെ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നീ ഗുരുവായൂരപ്പ ഭക്തനല്ല. ഗുരുവായൂരപ്പൻ എന്താ ചെയ്തിട്ടുള്ളത്? കൃഷ്ണനെ പ്രൊമോട്ട് ചെയ്തു, പാണ്ഡവരെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഗുരുവായൂരപ്പ ഭക്തന്മാരാകുമ്പോൾ ഈ സോഷ്യൽ മീഡിയകളിൽ നിങ്ങളെല്ലാവരെയും പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. വന്ദേ ഗുരുപരമ്പര, എൻ്റെ സംസ്കാരം, എൻ്റെ ഗുരുവും എൻ്റെ അച്ഛനും എന്നെ പ്രൊമോട്ട് ചെയ്തു. അതും നിങ്ങളിത് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയോ? ഇത് ഷെയർ ചെയ്യണം, ഇതെല്ലാവർക്കും എത്തിക്കണം, ഈ സബ്ജക്റ്റ് എല്ലാവരിലും എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാനം അവസാദയെ, എനിക്ക് കഴിയും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കില്ലാത്ത ഒരു കഴിവും മറ്റൊരാൾക്കുമില്ല. അപ്പം അറിവും കഴിവും പ്രവൃത്തിയും പ്രാക്ടീസ് ചെയ്യണം. ഹാമറിങ് ദി ഐഡിയാസ് അഭ്യാസേനത് കൗന്ദേയ. ഹേ കുന്തിപുത്ര, നീ എന്ത് ചെയ്യ്? നിരന്തരം പ്രാക്ടീസ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. നീ പോയിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിച്ച് അവിടെ ഒരു ചരട് മേടിച്ച് കെട്ടാനല്ല പറയുന്നത്, ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യാനല്ല പറയുന്നത്. പിന്നെ ഉദ്ധരേതാത്മനാത്മാനം, നീ സ്വയം ഉണരൂ. ഹാമറിങ് ദി ഐഡിയാസ് അഭ്യാസേനത് കൗന്ദേയ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആത്മനോ ബന്ധു, നിന്റെ ബന്ധു നീ മാത്രമാണ്. അതിനാൽ നിന്നിലുള്ള സർവ്വ അറിവും കഴിവും, ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയായ ആത്മശക്തി, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇത് നീ വികസിപ്പിക്കൂ. ദയവ് ചെയ്ത് ഗുരുവായൂരപ്പൻ നമ്മുടെ കാല് പിടിച്ച് പറയുന്നതാണ് അടുത്തത്. രാത്മനോ റിപു, രാത്മനോ റിപുരാത്മന, നിന്റെ ശത്രു നീയാണ്. വളരെ സിമ്പിളാണ്. ഇനി നമ്മുടെ ശത്രു ആരാണെന്ന് ഗുരുവായൂരപ്പൻ നമ്മൾ നെഞ്ചു തൊട്ട് കാണിച്ചു തരുന്നതാണ്. വളരെ എളുപ്പമായില്ലേ? ഗുരുവായൂരപ്പൻ്റെ റോള് ഇപ്പം ആർക്കാണെന്നറിയാമോ? അജിത് ഡോവൽ. ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവൽ വേഷം മാറിയിട്ട് തെണ്ടിയായിട്ട് പാകിസ്ഥാനിൽ നടന്നിട്ട് നമ്മുടെ കൈവെള്ളയിലെ കൈരേഖ പോലെ പാകിസ്ഥാനിലെ ഓരോ കുഗ്രാമവും ഓരോ ടെററിസ്റ്റിൻ്റെ അണ്ണാക്കും എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ഇല്ലേ? കണ്ടുപിടിച്ചു. എന്നിട്ട് വന്നിട്ട് ഇവിടെ എന്ത് പണിയെടുത്തു? നമ്മുടെ 10-16 സഹോദരിമാരെ വിധവയാക്കി. ഈ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ ഉടൻ തന്നെ രാജ്നാഥ് സിംഹ എന്ന ഗർജിക്കുന്ന സിംഹമുണ്ട്, ഇദ്ദേഹം ഉടനെ അമിത്ഷായെ വിളിച്ചു, ഇങ്ങോട്ട് വാടോ പറഞ്ഞു. സമയങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സാക്ഷാ മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരമായ നമ്മൾ മോദിജിയെയും വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അജിത് ഡോവലിനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഹായ് അജിത് ഡോവൽ. ഇവരെല്ലാവരും ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്, എന്താണ്? ശത്രു എവിടെയാണെന്ന്. കൃത്യമായിട്ട് കൈവള്ളൽ ഇവിടെയാണ് ശത്രു എന്ന് തൊട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ശരണമയ്യപ്പ വേദങ്ങളിൽ പറയുന്ന ഈശ്വരനാണ് ബ്രഹ്മം. നരേന്ദ്രമോദി ഒരു ബട്ടൺ ഞെക്കി ബ്രഹ്മത്തിനോട്, ഉടൻ തന്നെ അമിത്ഷാ ഒരു ബട്ടൺ ഞെക്കി ബ്രഹ്മത്തിനോട്, രാജ്നാഥ് സിംഗ് ഒരു ബട്ടൺ ഞെക്കി ബ്രഹ്മത്തിനോട്. ബ്രഹ്മോസ് നേരെ പോകുന്ന ഒരു കുട്ടിയുടെ രോമത്തിന് പോലും, പാകിസ്ഥാനിലെ സഹോദരങ്ങളുടെ ഒരു കുട്ടിയുടെ രോമം പോലും നശിപ്പിക്കാതെ ആ ടെററിസ്റ്റുകളുടെ അണ്ണാക്ക് പോയിട്ട് തകർത്ത് തരിപ്പണമാക്കി. ഇനി അവർ സ്ഥലത്തും പോയിട്ട് സർവ്വതും പോയിട്ട് ഹനുമാൻ ലങ്കയിൽ കത്തിച്ച പോലെ കത്തിച്ചിട്ട് വന്നു. ഇതിപ്പോൾ നടക്കുന്ന കാര്യമായത്, ഇതിപ്പോൾ നടക്കുന്ന കാര്യമായത്. ഭഗവത്ഗീത എഴുതിയത് 5000 വർഷങ്ങൾക്ക് മുന്നേ. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ അനുഗ്രഹം ഇല്ലേ? അനുഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് എന്ത്? നിഗ്രഹം. അനുഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് എന്ത്? നിഗ്രഹം. ഇതിനെ തൊട്ട് കാണിച്ചു തരികയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ ഭഗവത്ഗീത പഠിപ്പിക്കണം. ഞാനിത് പഠിക്കുന്നു, നിങ്ങളിത് പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതൊക്കെ എഴുതണം ഭഗവത്ഗീതയെക്കുറിച്ചിട്ട്. കാരണം ഇത് അപ്ലൈഡ് സയൻറ്റിഫിക് ശാസ്ത്രമാണ്. അപ്പോൾ ശത്രു ആരാണ്, നിഗ്രഹശക്തി ആരാണ്, ഇത് മുസ്ലിം മതത്തിലും പറയുന്നുണ്ട്,
സെമിറ്റിക് മതങ്ങളിൽ LKG മതങ്ങളിൽ പറയുന്നുണ്ട് ജിന്ന്, സാത്താൻ, പിശാജ്, ഇതൊക്കെ അതിനകത്തും പറയുന്നതാണ്. അപ്പോൾ ജീവിതത്തെ തകർക്കുന്ന ശത്രു ആരാണ്, ആ ശത്രു ആരാണെന്നും ശത്രുവിൻ്റെ ശക്തി എത്രയാണും അത് എവിടെയാണ് എന്ന് വിശദമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശത്രു സംഹാരം വളരെ എളുപ്പമായി. അജിത് ഡോവലിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി ഉടൻ തന്നെ ഈ ശത്രുവിനെ കളയാൻ വേണ്ടി അർജുനനോട് ഭഗവാൻ ഉടനെ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി ഒരു ശത്രു സംഹാര ചരട് വാങ്ങിച്ചിട്ട് അരക്ക് കെട്ട് അർജുനാ, ഇല്ലെങ്കിൽ വേണ്ട ഒരു ശത്രു സംഹാര 18 പുഷ്പാഞ്ജലി ചെയ്യ് അർജുനാ, ഇല്ലെങ്കിൽ ഒരു ശത്രു സംഹാര പൂജ അടുത്തുള്ള കൂടോത്ര മന്ത്രവാദീനെ കൊണ്ട് ചെയ്യിക്കൂ അർജുന, ഇല്ലെങ്കിൽ ഒരു ശത്രു സംഹാര ഹോമം ചെയ്യൂ അർജുന എന്നല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേ രിപുരാത്മന, നിൻ്റെ ഉള്ളിലാണ് ഈ ശത്രു ഉള്ളത് എന്ന് തൊട്ട് കാണിച്ചു തരികയാണ് ഇവിടെ ഭഗവാൻ. ആ ശത്രു നിന്നിലാണ്, ആ ശത്രുത നിന്നിലാണ്. ദുര്യോധനൻ നിന്നിലാണ്, കംസൻ നിന്നിലാണ്, പിന്നെ രാവണൻ നിന്നിലാണ്, ധൃതരാഷ്ട്ര നിന്നിലാണ്, അസുരന്മാർ നിന്നിലാണ്. ബാഹ്യ ആഭ്യന്തര രിപു, അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ, അകത്തുള്ള ശത്രുക്കളെ നിഗ്രഹം ചെയ്യാനുള്ള ഔഷധമാണ് ശ്രീമദ് ഭഗവത്ഗീത. കാരണം അത് കൃഷ്ണൻ പറഞ്ഞതാണ്. ആ ആംബ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇത് ഗുരുവായൂരപ്പൻ പറഞ്ഞതാണ്. അകത്തുള്ള ശത്രുക്കളെ കളയാൻ, ഇനി പുറത്തുള്ള ശത്രുക്കളെ സംഹരിക്കാനാണ് ശാസ്ത്രങ്ങൾ ഒരുപോലെ അർജുനൻ്റെ ശാസ്ത്രങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്താണ്? 2 വിധത്തിലുള്ള ശത്രുക്കളാണ് ഉള്ളത്. ഒന്ന്, എനിക്ക് കിട്ടാനുള്ള ഭൂമി, എനിക്ക് കിട്ടാനുള്ള സ്ഥലം അർജുനനും പാണ്ഡവന്മാർക്കും കിട്ടാനുള്ള ഭൂമി കിട്ടിയില്ല അല്ലേ, അത് അകത്തുള്ള ശത്രു. പുറത്തുള്ള ശത്രുക്കളാണോ എങ്കിലോ മുഴുവൻ ബന്ധുരൂപത്തിലാണ് നിൽക്കുന്നത്. ഈ ബന്ധു ആരാണെന്ന് അറിയാണ്ടാണ് വേപദുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസൃതേഹസ്താത്, യുദ്ധം ചെയ്യാൻ പോയിട്ട് ഗാണ്ഡീവം പോലും നശിച്ചു. എന്താണ്? ഈ ബന്ധുവാണെന്ന് തെറ്റിദ്ധരിച്ചു, എന്നിട്ടോ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ 2 ശത്രുക്കളെയും കൃത്യമായും മനസ്സിലാക്കി അറിയിപ്പിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, തസ്മാത്ത ഉത്തിഷ്ഠ യശോലഭിസ്വാൻ ജിത്വാൻ ശത്രുൻ. എന്താണ് ഭഗവാൻ പറയുന്നത്? ജിത്വാൻ ശത്രുൻ. ഇവിടെ ശത്രുവിനെ ഭസ്മമാക്കാൻ എളുപ്പമാർഗം എന്താണ്? നമ്മൾ ആദ്യം വിജയിക്കണം. ശത്രു സംഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ്. ഭഗവാൻ രോമത്തിന് പോലും നെഗറ്റീവ് എനർജി നമ്മളെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പോസിറ്റീവിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പേരാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. അത് കാണണമെന്നുണ്ടെങ്കിൽ പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന അതിസൂക്ഷ്മമായ ചിന്തകൾ വേണം. തസ്മാത്ത ഉത്തിഷ്ഠ, അതുകൊണ്ട് എഴുന്നേൽക്കൂ. എന്നിട്ട് ചിത്വാ ശത്രുൻ, എല്ലാ ശത്രുക്കളെയും അതിജീവിക്കുകയും അതിവർത്തിക്കുകയും വേണം. ശത്രുക്കളിൽ നിന്നും വിജയിച്ചു വരുമ്പോഴേക്കും അതിന് നല്ലൊരു വാക്കുണ്ട്. അതാണ് എന്താണ്? ഗുട്ടാകേശൻ. എന്താണ്? അർജുൻ്റെ പേരെന്താണ്? ഗുട്ടാകേശൻ. ഉറക്കത്തെ അതിജീവിച്ചവൻ, നെഗറ്റീവ് തോട്ടുകളെ അതിജീവിച്ചവൻ, പിന്നെ ആലസ്യത്തെ അതിജീവിച്ചവൻ എന്നുള്ളതാണ്. അപ്പോൾ അറിവും കഴിവും പരിപാലനവും പരിശീലനവും കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇത് പഠിക്കണം. എന്നിട്ട് അവരെല്ലാ പരീക്ഷയിലും പാസ്സാവണം. നല്ല പാസ്സായി ജയിച്ച് നല്ല IAS IPS MBBS എൻജിനീയറിങ് ഇങ്ങനെയുള്ള നല്ല രീതിയിൽ പഠിക്കുമ്പോൾ അച്ഛനും പറയും എൻ്റെ മക്കൾ ഇന്ന പോലെ പഠിക്കുന്നത്, സുഹൃത്തുക്കളും പറയും ഇന്ന രീതിയിലാണ്. ഒരു എക്സാമ്പിൾ പറയുന്നതാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും പറയും, എൻ്റെ ഫാദർ ലോയും പറയും എന്ത്, എൻ്റെ മകനാണ് ആ അദ്വൈത വേദാന്ത വിദ്യാർത്ഥി, ഭാഗവതവും ഭഗവത്ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും വേദങ്ങളും പ്രചരിപ്പിക്കുന്ന മനസ്സിലായി. കാരണം എനിക്കല്പം അറിവും കഴിവും പരിജ്ഞാനവുമുണ്ട്. ഞാൻ എപ്പോഴും പറയും, എല്ലാ മീഡിയകളിലും പറയും, എൻ്റെ മകള് MBBS ഡോക്ടറാണ്, എൻ്റെ മകൻ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത്. കാരണം എന്താണ്?
എന്നെ ഇത് പഠിപ്പിച്ചത് ഭീഷ്മ പിതാമഹരാണ്. ആരാണ്? ഭീഷ്മ പിതാമഹർ. കൃഷ്ണൻ എന്താ വിളിക്കുകയെന്നറിയാവോ? ശരണമയ്യപ്പ വിജയസഖേ രതിരസ്തുമേ. എനിക്ക് ഏറ്റവും പ്രിയം ആരോടാണ്? വിജയസഖിയോടാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വൻ വിജയം നേടിയ 11 അക്ഷോഹിണിപ്പടയെ തകർത്ത് 7 അക്ഷോഹിണിപ്പടയും കൊണ്ട് വിജയിച്ച അർജുനന്റെ, വിജയനായ അർജുനന്റെ സഖിയായ കൃഷ്ണനിൽ എനിക്ക് രതിയുണ്ടാകണമേ. ഇതാണ് ഭീഷ്മ പിതാമഹർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഭീഷ്മ പിതാമഹരെ വലിയ ഇഷ്ടമാണ്. എവിടെ വിജയമുണ്ടോ ആ വിജയത്തിനെയാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് നമ്മുടെ മക്കളും ജീവിത വിജയികളായി മാറണം, നമ്മളും ജീവിത വിജയികളാകണം. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത. മനസ്സിൻ്റെ വാതാലയങ്ങൾ തുടർന്ന് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാക്കുകയാണ് ഭഗവാൻ നമ്മളെ. എന്തെന്ന്? അഹമാത്മാ, ഞാൻ ആരാണ്? അഹമാത്മാ ഗുഢാകേശൻ. ഉറക്കമില്ലാതെ പ്രവർത്തിപ്പിച്ച് നന്മയിലേക്ക് ജീവിതത്തെ ഉയർത്തുന്നു. ആരെ? സർവഭൂത, എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവായി ശയിക്കുന്നവനാണ് ഞാൻ. ആ കൃഷ്ണനാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുന്നത്. 11-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, മയ്യൈ വൈദേ നിഹിതാപൂർവമേവ നിമിത്തമാത്ര ഭവസവ്യസാചിൻ. നീ ഒരു നിമിത്തമായി എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. നിന്നെ എനിക്കറിയാം. നിമിത്തമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഹെൽപ്പ് മീ. എന്താണ് ഭഗവാൻ പറയുന്നത്? പ്ലീസ് ഹെൽപ്പ് മീ. അർജുനോട് നീ എന്നോട്, അർജുനൻ കൃഷ്ണനോടല്ല പറയുന്നത്, കൃഷ്ണൻ അർജുനോടാ പറയുന്നത്. എനിക്ക് പറ്റിയിട്ടില്ല തെറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ. നിമിത്തമാത്ര ഭവസവ്യസാചിൻ. കൃഷ്ണന്റെ പേരെന്താണ്? ഭവസവ്യസാചിൻ. എന്താണ് ഭവസവ്യസാചിൻ? ഭവസവ്യസാചിൻ എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നവൻ. എന്താണ്? അറിവും കഴിവും പ്രാക്ടീസ് ചെയ്യുന്നവൻ. ഇടത് കൈ കൊണ്ട് അമ്പെയ്യാനുള്ള കഴിവ് നമുക്ക് വലത് കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റൂല്ലേ? ഇപ്പം വലത് കൈ കൊണ്ട് സ്ക്വയർ വരക്കാം, ഇടത് കൈ കൊണ്ട് റൗണ്ടും വരക്കാം. ഇതൊന്നിച്ച് പറ്റൂല. കാരണം എന്താണ്? ബ്രെയിനിൻ്റെ 2 പോർഷനും നമ്മൾ ഒരുപോലെ എന്ത് ചെയ്തില്ല? എക്സ്പാൻഷൻ നടത്തിയിട്ടില്ല. ആ എക്സ്പാൻഷൻ എവിടെ നടത്തിയില്ല? പ്രീ ഫോണ്ടൽ കോർട്ടക്സ്. എന്താണ്? പ്രിഫോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഏരിയ എന്ത് ചെയ്തില്ല? എക്സ്പാൻഷൻ നടത്തിയില്ല. ഇത് എക്സ്പാൻഷൻ നടത്തിയ ആളുടെ പേരാണ് അർജുനൻ. അതുകൊണ്ടാണ് ഇയാളെ നമ്മളിപ്പോൾ എന്ത് വിളിക്കുന്നത്? ഭവസവ്യസാചിൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ പറയണം എന്ത്? ഭഗവത്ഗീത എന്താ പറയുന്നത് അറിയാവോ? വ്യവസായാത്മിക ബുദ്ധി. നിൻ്റെ ബുദ്ധിയെ നീ ഷാർപ്പ് ചെയ്യൂ. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കൂ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ. ബുദ്ധിയുടെ ഏകാഗ്രതയാണ് ജീവിത ലക്ഷ്യം. ബുദ്ധിയുടെ പരിപൂർണതയാണ് ജീവിത ലക്ഷ്യം. ബുദ്ധിയിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കൃത്യമായി ഇവിടെ അനാവരണം ചെയ്യുകയാണ് ഭഗവാൻ. ഉദ്ധരേതാത്മനാത്മനം, സ്വയം ഉയരണം. നാത്മാനം അവസാദയിൽ, അവനവനെ ഇൻസൾട്ട് ചെയ്തത് ആത്മന്യേരാത്മനോ ബന്ധു. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നമുക്കേ പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഇത് വളരെ രഹസ്യമായി അന്തരാത്മാവിൽ അറിയുന്നതാണ്. പിന്നെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു, ഈ വഴിയിലൊന്നും പോകരുത്. കാരണം ആത്മൈവ രിപുരാത്മന, നിൻ്റെ ശത്രുതാ മനോഭാവം നിന്നിലാണ്, നെഗറ്റീവ് തോട്ട്. ഇവയെ നീ ബേൺ ചെയ്ത് ലക്ഷ്യത്തിലേക്ക്. അപ്പോൾ ജീവിത ലക്ഷ്യം, ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ, ജീവിതത്തിൻ്റെ ടാർഗറ്റ്, ഇത് അച്ചീവ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ധിയോയോന പ്രചോദയാൽ, പ്രചോദനം ചെയ്യുകയും നമ്മളെ ഉയർത്തുകയും നമ്മളെ വളർത്തുകയും ചെയ്യുന്ന ജഗത്ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം. സുഹൃത്ത്, എൻ്റെ സുഹൃത്താണ് കൃഷ്ണൻ, എൻ്റെ സുഹൃത്താണ് ഗുരുവായൂരപ്പൻ, എൻ്റെ അന്തരാത്മാവാണ് ഗുരുവായൂരപ്പൻ, എൻ്റെ സർവസ്വമാണ് ഭഗവാൻ. ഈ തിരിച്ചറിവിലൂടെ ആത്മബോധമാണ് വികസിക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് പ്രധാനമാണ് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കൂ. ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ആരോഗ്യ സൗഖ്യം
നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പോ.